അതെ, ഓസ്ട്രേലിയ വർക്ക് വിസ അല്ലെങ്കിൽ സ്കിൽഡ് മൈഗ്രേഷൻ IELTS പോലുമില്ലാതെ കിട്ടാനുള്ള ചില വഴികളുണ്ട് അല്ലെങ്കിൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. വർക്ക് വിസയും സ്കിൽഡ് മൈഗ്രേഷൻ വിസകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതറിയില്ലെങ്കിൽ ഈ വീഡിയോയുടെ ആദ്യത്തെ സെഷനിൽ അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ രണ്ടാമത്തെ സെക്ഷനിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഈ വർക്ക് വിസകളോ അല്ലെങ്കിൽ സ്കിൽഡ് മൈഗ്രേഷൻ വിസകളോ IELTS ഇല്ലാതെ എങ്ങനെ നിങ്ങൾക്ക് നേടിയെടുക്കാം എന്നുള്ളതും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഒരു സജഷൻ ഉള്ളത്, വീഡിയോ വേണമെങ്കിൽ 1.25ൽ സ്പീഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ടൈം കുറച്ച് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് സെഷൻ, വർക്ക് വിസ വേഴ്സസ് സ്കിൽഡ് മൈഗ്രേഷൻ. വർക്ക് വിസ എന്ന് പറയുന്നത് ഒരു എംപ്ലോയർ നിങ്ങളെ സ്പോൺസർ ചെയ്ത് ഒരു വിസ തന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ മറ്റേതൊരു മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ പോകുന്ന പോലെ തന്നെ, അതായത് നിങ്ങളുടെ വിസ ആ എംപ്ലോയറാണ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്ത് തരുന്നത്. അത് മിഡിൽ ഈസ്റ്റിൽ കിട്ടുന്ന വിസകളും ഇവിടെ കിട്ടുന്ന വർക്ക് വിസകളും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ കിട്ടുന്ന ചില വിസകളൊക്കെ നിങ്ങൾക്ക് PR നയിക്കുന്ന വിസകളാണ്, അല്ലെങ്കിൽ ചിലത് PR തന്നെയാണ്, പക്ഷേ അതിനെ എംപ്ലോയർ സ്പോൺസർഡ് വിസ എന്നും പറയാറുണ്ട്. ഇനി ഈ തരത്തിലുള്ള വിസകൾ എന്ന് പറയുന്നത് മെയിൻലി 482, 186 ആണ്. വിസ കാറ്റഗറി 482 എന്ന് പറയുന്നത് എംപ്ലോയർ സ്പോൺസേഡ് വിസ ആണ്. അത് സ്കിൽഡ് മൈഗ്രൻസിനാണ് മെയിൻ ആയിട്ട് കിട്ടാറുള്ളത്. ഈ 482 വിസ എന്ന് പറയുന്നത് പെർമനന്റ് റെസിഡൻസി അല്ല, പക്ഷേ ഒരു നിശ്ചിത കാലയളവിൽ 482 ഓസ്ട്രേലിയയിൽ വന്ന് ജോലി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പെർമനന്റ് റെസിഡൻസിയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു പാത്വേ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത കാറ്റഗറിയായ 186 വിസ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു എംപ്ലോയർ സ്പോൺസേഡ് വിസ ആണ് എന്നുള്ളത് മാത്രമല്ല, അതൊരു പെർമനന്റ് റെസിഡൻസി കൂടെയാണ്. അതായത് നിങ്ങൾക്ക് 186 ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ പെർമനന്റ് റെസിഡൻസ് ആയി കഴിഞ്ഞു. അതിപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ ഉള്ളപ്പോഴാണെങ്കിലും നിങ്ങൾ വേറെ ഒരു രാജ്യത്തുള്ളപ്പോഴാണെങ്കിലും ഈ ടൈപ്പ് വിസയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അത് പെർമനന്റ് റെസിഡൻസി തന്നെയാണ്. പിന്നെ നിങ്ങളൊന്നും ചെയ്യേണ്ട, ടിക്കറ്റ് എടുക്കുക, കയറി പോരുക, നിങ്ങൾ പെർമനന്റ് റെസിഡൻസ് ആയി കഴിഞ്ഞു എന്നുള്ളതാണ് ആ വിസയുടെ അർത്ഥം. പക്ഷേ അത് കിട്ടാൻ ഇത്തിരി ഡിഫിക്കൽട്ടാണ്. അതുപോലെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എംപ്ലോയേഴ്സ് പൊതുവെ ഓഫർ ചെയ്യാറ് 482 ആണ് 186ന് പകരം. അതെല്ലാം നിങ്ങളുടെ സ്കില്ല് ഹൈലി ഇൻ ഡിമാൻഡ് ആണെങ്കിൽ മാത്രമാണ് ഈ 186ന് കൂടുതൽ ചാൻസസ് ഉള്ളത്. അത് മിക്കവാറും നേഴ്സസ് ആൻഡ് ഹെൽത്ത് പ്രൊഫഷൻസിലാണ് കാണാറുള്ളത്. സബ് ക്ലാസ് 400 വിസ എന്ന് പറഞ്ഞൊരു വിസയുണ്ട്. ഇത് ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു സ്പെസിഫിക് ടാസ്ക്, ഒരു സ്പെസിഫിക് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കിട്ടുന്ന വിസയാണ്. ഈ ടൈപ്പ് ഓഫ് വിസയ്ക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും IELTS ആവശ്യമില്ല. അത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളെ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഈ ടൈപ്പ് ഓഫ് വിസ കിട്ടണമെങ്കിൽ നിങ്ങളുടെ സ്കില്ല് ഹൈലി ഇൻ ഡിമാൻഡ് ആയിരിക്കണം. അതായത് വെരി റയർ ആയിട്ടുള്ള ഒരു സ്കിൽ ആണെങ്കിൽ മാത്രമാണ് ഈ ടൈപ്പ് ഓഫ് വിസ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ സെക്ഷനിലേക്ക് കടക്കാം. അതായത് എന്താണ് ഇതിൻ്റെ എക്സെപ്ഷൻസ്. ഈ പറഞ്ഞ 482, 186 അല്ലെങ്കിൽ 189 തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ എക്സെപ്ഷൻസ്. അതായത് IELTS ഇംഗ്ലീഷ് എക്സാം ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ ഈ ടൈപ്പ് ഓഫ് വിസയിലേക്ക് വരാം, എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് അങ്ങനെ നിങ്ങൾ പ്രൂവ് ചെയ്യണമെങ്കിൽ വേണ്ടി വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ എടുക്കുന്നത് സബ് ക്ലാസ് 186 ആണ്. 186 വിസയിൽ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് ഡയറക്റ്റ് എൻട്രി സ്ട്രീം, പിന്നൊന്ന് ലേബർ അഗ്രിമെൻറ്റ് സ്ട്രീം. ഇത് രണ്ടുമാണ് ഈ 186 വിസ കാറ്റഗറിയിൽ മെയിൻ ആയിട്ട് നമ്മൾ ഗവൺമെന്റ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഡയറക്റ്റ് എൻട്രി സ്ട്രീമിൽ നിങ്ങളുടെ ഒക്യുപ്പേഷൻ ഹൈലി ഇൻ ഡിമാൻഡ് ആണ്, എംപ്ലോയർ നിങ്ങളെ സ്പോൺസർ ചെയ്യാനും തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾ കാണിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ടത് IELTSന് 6ന് ഇക്വലൻ്റ് ആയിട്ടുള്ള സ്കോറാണ് ഓരോ സെക്ഷനിലും നിങ്ങൾ കാണിക്കേണ്ടത്. അതായത് റീഡിങ്ങിലും റൈറ്റിങ്ങിലും സ്പീക്കിങ്ങിലും ലിസണിങ്ങിലും നിങ്ങൾ 6 എങ്കിലും കാണിച്ചിരിക്കണം നിങ്ങൾക്ക് ഈ ഡയറക്റ്റ് എൻട്രി സ്ട്രീം വിസ 186 നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി. ലേബർ അഗ്രിമെൻറ്റ് സ്ട്രീമിൽ നിങ്ങൾക്ക് ഈ വിസ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ IELTSൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ മിനിമം ആയിരിക്കും, ചിലപ്പോൾ 4 ആയിരിക്കാം, ചിലപ്പോൾ 5 ആയിരിക്കാം. അങ്ങനെ റിക്വയർമെൻറ്റ് മാറിക്കൊണ്ടേയിരിക്കും ലേബർ അഗ്രിമെൻറ്റ് സ്ട്രീമിൽ ഈ 186 വിസ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി. അതിനുവേണ്ടി നിങ്ങളെ സ്പോൺസർ ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആ സ്പെസിഫിക് എംപ്ലോയർ തന്നെ ഗവൺമെൻറ്റുമായിട്ട് ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവാം. ആ എഗ്രിമെൻറ്റിൽ പറയുന്നതനുസരിച്ച് ഇത് വേരി ചെയ്യാം. അത് ചിലപ്പോൾ 4 ആയിരിക്കാം, ചിലപ്പോൾ 5 ആയിരിക്കാം. IELTSന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഏത് സ്കോറും ആവാം. ചിലപ്പോൾ IELTS വേണ്ട എന്ന് തന്നെ ആയിരിക്കാം, കാരണം അതിന് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ആ ജോലിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ചിലപ്പം അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് ആയിരിക്കാം ആ എംപ്ലോയർ ഗവൺമെൻറ്റുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ എംപ്ലോയർ എന്താണ് പറയുന്നതിനനുസരിച്ചാണ് ആ ടൈപ്പ് ഓഫ് വിസയുടെ IELTS അല്ലെങ്കിൽ ഇംഗ്ലീഷ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ടൈപ്പ് ഓഫ് വിസകൾ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എക്സാം എഴുതാതെ തന്നെ ചിലപ്പോൾ നിങ്ങൾ എലിജിബിൾ ആവാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള വഴികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സെപ്ഷൻസ് അവൈലബിൾ ആണ്. അതായത് അങ്ങനത്തെ കൺട്രികൾ കുറേ എണ്ണമേ ഉള്ളൂ, എല്ലാ രാജ്യങ്ങളിലും ഒന്നുമല്ല. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ചില രാജ്യങ്ങളിൽ ഇത് അവൈലബിൾ ആണ്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യുണൈറ്റഡ് കിങ്ഡം, കാനഡ. ഈ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ആണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ
ഇനി പ്രത്യേകിച്ച് IELTS എക്സാം എഴുതി നിങ്ങളുടെ ഇംഗ്ലീഷ് എഫിഷ്യൻസി പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ യൂസ് ചെയ്ത ലാംഗ്വേജ് ഓഫ് മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ റിക്വയർമെൻറ്റ് നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഹാവിങ് വർക്ക്ഡ് ഇൻ ആൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് എൻവയോൺമെൻറ്റ്. ഈ പൊതുവെ നേരത്തെ പറഞ്ഞ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റു ചില രാജ്യങ്ങളിലും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ സ്പീക്കിംഗ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് യൂസ് ചെയ്താണ് നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് IELTS എക്സെപ്ഷൻ യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് ഇപ്പോൾ എവിടെ ആയിക്കോട്ടെ, ദുബായിലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതൊരു രാജ്യത്ത് നിങ്ങൾ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് യൂസ് ചെയ്താണ് ഫുൾ ടൈം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ, അതല്ലാതെ നിങ്ങളൊരു മീറ്റിങ്ങിൽ കയറുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് യൂസ് ചെയ്തു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നിങ്ങളുടെ എംപ്ലോയർ അത് നിങ്ങൾക്ക് എഴുതി തരാൻ തയ്യാറായാൽ മാത്രമേ അത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള സിറ്റുവേഷനിലും നിങ്ങൾക്ക് IELTS എക്സെപ്ഷൻ കിട്ടാൻ സാധിക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ എക്സെപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ എംപ്ലോയർ, നിങ്ങളുടെ ഇപ്പോഴുള്ള എംപ്ലോയർ അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിലുള്ള എംപ്ലോയർ നിങ്ങൾക്കൊരു ലെറ്റർ തരാൻ തയ്യാറാവുകയാണ്. ആ എംപ്ലോയറിൻ്റെ ബിസിനസ് നടത്തിയിരുന്നത് ഒക്കെ തന്നെ ഇംഗ്ലീഷിലാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആയിരുന്നു അവരുടെ പ്രൈമറി മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഒരു ലെറ്റർ നിങ്ങളെക്കുറിച്ച് എഴുതി തരാൻ ആ എംപ്ലോയർ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്ക് IELTS എക്സെപ്ഷൻ കിട്ടുന്നതാണ്. 482 വിസ കിട്ടാൻ വേണ്ടിയുള്ള IELTS എക്സെപ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഇത് സ്പെസിഫിക് ആണ്. ഈ ടൈപ്പ് ഓഫ് വിസയ്ക്ക് വേണ്ടി മാത്രമുള്ള എക്സെപ്ഷൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഹൈ സാലറി, അതായത് നിങ്ങളുടെ ജോലിയുടെ ശമ്പളം എന്ന് പറയുന്നത് $96,400 മേളിലാണെങ്കിൽ ബേസ് സാലറി, ഇതിന് മേളിലാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എക്സാം പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. മൂന്നാമത്തേത് ഓക്യുപ്പേഷൻ റിക്വയർമെൻറ്റ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രൊഫഷൻ അല്ലെങ്കിൽ നിങ്ങളുള്ള പ്രൊഫഷനിൽ ഒരു രജിസ്ട്രേഷൻ ഓസ്ട്രേലിയയിൽ ആവശ്യമുണ്ട് എന്ന് കരുതുക. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ ആ രജിസ്ട്രേഷൻ ആവശ്യമുണ്ട് എന്ന് കരുതുക. അത് ഓസ്ട്രേലിയയിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു രജിസ്ട്രേഷൻ ലെജിസ്ലേഷനിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ പ്രൊഫഷനിൽ ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ പ്രൊഫഷണലിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എക്സാം യൂസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രൊഫഷൻസി പ്രൂവ് ചെയ്യേണ്ടി വരും. അങ്ങനെ നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഈ വിസ കിട്ടുമ്പോൾ അതിനു വേണ്ടി സ്പെഷ്യലായിട്ട് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഒക്യുപ്പേഷൻ ലൊക്കേഷൻ, അതായത് നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾ തന്നെ മറ്റൊരു രാജ്യത്ത് പോയാണ് ചെയ്യുന്നത്, അവിടെ ഇംഗ്ലീഷ് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് IELTS എക്സാം പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെയും മറ്റൊരു രാജ്യത്തും ഉള്ള ഒരു എംപ്ലോയർക്ക് ആ എംപ്ലോയർ വഴി ഇങ്ങോട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഷോർട്ട് ടൈം ടാസ്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളെ സെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിന് IELTS എക്സാം പാസ്സാവേണ്ട ആവശ്യകതയില്ല. ഫോർ എക്സാമ്പിൾ ഇൻഫോസിസ് ഒക്കെ ചെയ്യുന്നത് അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷ് എക്സാം പാസ്സാവേണ്ട ആവശ്യമില്ല. എംപ്ലോയർ നിങ്ങളെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വിടാൻ സാധിക്കും ഇംഗ്ലീഷ് എക്സാം ഇല്ലാതെ. ഇനി അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, 482 വിസയിൽ നിങ്ങൾ IELTSന്റെ എക്സാം എഴുതുമ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്തും ആയിക്കോട്ടെ, 5 ആയിക്കോട്ടെ, 6 ആയിക്കോട്ടെ, 7 ആയിക്കോട്ടെ, നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ടത് 1 സിറ്റിങ്ങിലാണ്. ക്ലബിങ് പോസിബിൾ അല്ല ഈ ടൈപ്പ് ഓഫ് വിസകൾക്ക് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്ത ടൈപ്പ് ഓഫ് വിസ എന്ന് പറയുന്നത് സ്കിൽഡ് മൈഗ്രേഷൻ വിസകളായ 199, 190, 491 ആണ്. ഈ വിസകൾക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പ്രാവീണ്യം ആവശ്യമാണെന്ന് അവർ പറയുന്നുണ്ട്. നിങ്ങൾ ബേസ് ഇംഗ്ലീഷ് പ്രൊഫഷൻസി പ്രൂവ് ചെയ്യുക, അതായത് 5 ഉണ്ടെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ എലിജിബിൾ ആയി. ഇനി നിങ്ങൾക്ക് 6, 7, 8, 9 കാണിക്കാം നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ് ആവശ്യമുണ്ടെങ്കിൽ. പക്ഷേ നിങ്ങൾക്ക് പോയിന്റ് ആവശ്യമില്ല, നിങ്ങൾ 190 ആണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ 189 തന്നെ 65 ഇൻവൈറ്റ് കിട്ടുന്ന ഒരു ദിവസം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എക്സാം 7 പ്രൂവ് ചെയ്യണമെന്നോ ഒന്നും ആവശ്യം പറയുന്നില്ല. നിങ്ങൾക്ക് ഏത് സ്കോറും ആവാം, പക്ഷേ എലിജിബിൾ ആവുക. അതിനുശേഷം നിങ്ങൾക്ക് സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഇംഗ്ലീഷ് എക്സാമിൻ്റെ ആവശ്യകത ഇല്ല. പക്ഷേ നിങ്ങൾക്ക് സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ ഇൻവിറ്റേഷൻ കിട്ടുള്ളൂ. 189-ൽ 190-ൽ സ്കോർ ഇല്ലെങ്കിൽ ഇൻവിറ്റേഷൻ കിട്ടും. പക്ഷേ നിങ്ങളുടെ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചാൻസസ് ഹൈ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് IELTS എക്സാം ഉള്ളതാണ് ബെറ്റർ എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് അത് ഇല്ലാതെയും ചെയ്യാൻ സാധിക്കും. പക്ഷേ ബേസിക് എലിജിബിലിറ്റി എന്ന് പറയുന്ന ആ റിക്വയർമെൻറ്റ് നിങ്ങൾ ഫില്ല് ചെയ്തേ സാധിക്കുകയുള്ളൂ. ഇനി 186 ആയിക്കോട്ടെ, 482 ആയിക്കോട്ടെ, 189 ആയിക്കോട്ടെ, 190 ആയിക്കോട്ടെ, 491 ആയിക്കോട്ടെ, ഈ എല്ലാ തരത്തിലുള്ള വിസകൾക്കും നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഒരു എക്സെപ്ഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതായത് IELTSന്റെ ആവശ്യം ഇല്ല. അതെന്താണെന്ന് അറിയാമോ? നിങ്ങളൊരു പക്ഷേ എലിജിബിൾ ആയിരിക്കണമെന്നില്ല. പക്ഷേ അതെന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്പോർട്ട് ചില കൺട്രികളിൽ നിന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് IELTS ഇല്ലാതെ ഈ പറഞ്ഞ വിസകളൊക്കെ തന്നെ നേടാൻ സാധിക്കും. ആ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ന്യൂസിലൻഡ്, ഒന്ന് യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, ഇങ്ങനത്തെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളുടെ പാസ്പോർട്ടാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് IELTS ഇല്ലാതെ ഈ പറഞ്ഞ വിസകൾ എല്ലാം നേടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അവിടുന്ന് ഒത്തിരി ആൾക്കാരെ ഇങ്ങോട്ട് ഈ പറഞ്ഞ എംപ്ലോയർ വിസയിലൊക്കെ ഈസി ആയിട്ട് വരാൻ സാധിക്കും. അവർക്ക് ഇംഗ്ലീഷ് എക്സാമിൻ്റെ ആവശ്യകതയില്ല. അവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് തന്നെ ആയതുകൊണ്ട്.
ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പാസ്പോർട്ടുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുമെങ്കിലോ കുറച്ച് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് യുണൈറ്റഡ് കിങ്ഡമിൽ പോയി അവിടുത്തെ PR നേടിയതിന് ശേഷം ഇങ്ങോട്ട് മാറണമെന്നുണ്ടെങ്കിൽ IELTS എക്സാമിൻ്റെ ആവശ്യം അവർക്ക് ഇല്ല. അല്ലാതെ തന്നെ അവർക്ക് വേണമെങ്കിൽ എംപ്ലോയി സ്പോൺസർ വിസയോ സ്കിൽഡ് മൈഗ്രേഷനോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതൊരു കോമൺ ആയിട്ടുള്ള എക്സംഷനാണ്. ഏത് ടൈപ്പ് വിസ ആയാലും നിങ്ങൾക്ക് ഈ രാജ്യങ്ങളിലെ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ IELTS ഇല്ലാതെ വരാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് IELTS ഇല്ലാതെ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഓസ്ട്രേലിയയിലേക്ക് വരാൻ സാധിക്കുന്ന വഴികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. ഇനി നിങ്ങൾ അറിയാവുന്ന ആരെങ്കിലും ഈ വീഡിയോ കൊണ്ട് യൂസ്ഫുൾ ആകുമെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക. അവർക്കത് യൂസ്ഫുൾ ആയിക്കോട്ടെ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ദയവായി. തീർച്ചയായും ഇതുപോലത്തെ കൂടുതൽ വീഡിയോയുമായി വരുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.